അപകടാവസ്ഥയിലുള്ള ട്രാൻസ്ഫോമറിന് സമീപം പ്രളയത്തിൽ തകർന്ന തട്ടുകട പുനർനിർമ്മിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഈരാറ്റുപേട്ട മുട്ടംകവലയിൽ ലോറി സ്റ്റാൻഡിന് സമീപമാണ് സംഭവം. പ്രളയത്തിൽ പോസ്റ്റൊടിഞ്ഞ് അപകടാവസ്ഥയിലിരിക്കുന്ന ട്രാൻസ്ഫോമറിന് സമീപമാണ് തട്ടുകട പുനർനിർമ്മിക്കാൻ ഉടമ ശ്രമിച്ചത്. ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണെന്നും തൊട്ടടുത്ത് തന്നെ മറ്റൊരു മരവും അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. അതിനിടെ ഇതുവഴി വന്ന എംഎൽഎയും സിഐയും വാഹനം നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും തട്ടുകട പുനർനിർമ്മിക്കരുതെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു. ഇതിനെ മറികടന്ന് കട നിർമ്മിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. തട്ടുകടയ്ക്ക് ലൈസൻസ് ഉണ്ടെന്ന് ഉടമ അവകാശപ്പെട്ടെങ്കിലും അത് തെറ്റായ അവകാശവാദമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ ഈരാറ്റുപേട്ട വാർത്തയോട് പറഞ്ഞു. സത്യത്തിൽ ഈ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ പാങ്കളത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൽ ഇങ്ങനെ ഇവർക്ക് വാനിടാൻ ഏകവേട്ടയിലുള്ള കളം വേറെ ഒരിടത്തുമില്ല. ഇവിടെ ഇത്രയും സ്ഥലം ഇവർ അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ സ്ഥലത്തിന്റെ ഒരു കോണിൽ അവർ കടയുമായിട്ടിരിക്കുന്നത്. അതിന് നമുക്ക് പരാതിയില്ല, അതിന് ഇനിയും പരാതിയില്ല. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിന്റെ അടിയിലാണ് ഈ കടയുള്ളത്. ഈ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ എത്രയോ മനുഷ്യരെ അത് ബാധിക്കും. അത് മാത്രമല്ല, ട്രാൻസ്ഫോമർ നിലവിൽ ആറ്റിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ കെട്ടിടിഞ്ഞിരിക്കുകയാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഈ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മൾ കര കയറിയിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് വീണ്ടും കൊണ്ട് ഈ കട കൊണ്ട് ഇവിടെ കെട്ടണമെന്ന് പറയുന്ന ഒരു എന്തൊരു ന്യായമാണുള്ളത് ഇതിന്റെ അകത്ത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അനുവദിക്കരുത്. അവരോട് നമുക്ക് ഒരു ഗർവുമില്ല. അവർ കട നടത്തിക്കോട്ടെ. ഈ ഒരു അവസ്ഥ ഒന്ന് മാറിക്കോട്ടെ, അത്രേ നമുക്ക് പറയാവുള്ളൂ. അതെ തന്നെ, കട നടത്താനാണെങ്കിൽ ഈ തോട്ടുമുക്കിലേക്കൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കട നടത്താനുണ്ട്. അതായത് ഇവര് നേരത്തെ കട നടത്തിക്കൊണ്ടിരുന്ന എളപ്പങ്കല കട നടത്തിക്കൊണ്ടിരുന്നത്, അവിടെ ഇനിയും കട നടത്താനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഇവർക്ക് ഇതിന്റെ ഇടയിൽ തന്നെ നടത്തണം എന്ന് പറയുന്നതിന്റെ അത് യാതൊരു ന്യായവുമില്ല. മൂന്നോളം വണ്ടികൾ കിടക്കാനുള്ള സ്ഥലമാണ് ഇവരൊരു കട നടത്തുകൊണ്ട് പോകുന്നത്. ഈ വണ്ടിയുള്ള ആളുകളൊന്നും വീട്ടിൽ വണ്ടി കൊണ്ടിടാൻ സ്ഥലവും സംവിധാനവും ഉള്ള ആളുകളല്ല. ഇവരെല്ലാം ഈ ടൗണിൽ ഇവിടെ വേണം ഈ വണ്ടി രാവോളം കിടക്കാൻ. ഓട്ടോ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴെല്ലാം കിടക്കേണ്ടത് ഇവിടെ തന്നെയാണ്. ഇവർക്ക് വേറെ ഒരിടത്തും കൊണ്ടിടാനുള്ള സംവിധാനമില്ല. ഇത് റോഡ് ടാക്സ് അടച്ച് ഓടുന്ന വണ്ടികളാണ്. അപ്പം ഇവർക്ക് കട നടത്താൻ വേണ്ടി നമ്മൾ ഈ വണ്ടി മാറ്റി കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ ശരിയായ നടപടിയല്ല. അതുകൊണ്ട് അവർ കട നടത്തിക്കോട്ടെ. അപ്പുറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇനി ഇവിടെ തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമറൊക്കെ മാറ്റി പാർപ്പിച്ച് ഇവിടെ സൈഡ് കെട്ടൊക്കെ കെട്ടി ഇവിടുത്തെ അപകട നില തരണം ചെയ്ത് കഴിഞ്ഞാൽ കെട്ടട്ടെ. മരം വളരെ അപകടാവസ്ഥയിൽ നിൽക്കുക. ഈ മരം മാത്രമല്ല, ഈ സൈഡിലേക്കുള്ള എല്ലാ മരങ്ങളും അപകടാവസ്ഥയിലാണ്. ഈ മരമാണ് കെട്ട് തള്ളിപ്പോകാനുള്ള മെയിൻ കാരണം. അത് തന്നെ, ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ നടപടി എടുക്കേണ്ടതാണ്.